അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇസ്രായേൽ പുതുതായി ഫലസ്തീനെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം പരിശോധിക്കുന്നത്. ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ, ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യാൻ, ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യാൻ കച്ചകെട്ടിയിറങ്ങിയ ഇസ്രായേൽ സൈന്യം അവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഗസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരുന്ന ശക്തമായ പ്രതിരോധത്തിൽ, പ്രത്യാക്രമണത്തിൽ നട്ടം തിരിയുകയാണ്. ആയതുകൊണ്ട് അവർക്കവിടെ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഫലസ്തീനിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ, തെമ്മാടിത്തരങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ്. അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ കൊന്നൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെ കൊല്ലാൻ പോയവർ, ഹിസ്ബുള്ളയെ കൊല്ലാൻ പോയവർ, ഹൂത്തികളെ കൊല്ലാൻ പോയവർ, അവിടെ അവർക്ക് ലക്ഷ്യം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രയേലി സൈന്യത്തിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകപ്പാടെ ഇസ്രയേൽ ജനസംഖ്യ തന്നെ 93 ലക്ഷം മാത്രമാണ്. അതിൽ പകുതിയിലേറെ സ്ത്രീകളാണ്. ബാക്കി വരുന്നതിൽ വൃദ്ധന്മാരെയും മധ്യവയസ്കരെയും കുട്ടികളെയും നീക്കം ചെയ്താൽ തുച്ഛമായ ചെറുപ്പക്കാര്, യുവാക്കളെ ബാക്കി അവശേഷിക്കുന്നുള്ളൂ. ഈ യുവാക്കളിൽ സർക്കാരിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ജോലികൾ ചെയ്യാൻ ഈ യുവാക്കളിൽ നിന്നും കുറെ പേർ അതിന് ആവശ്യമുണ്ട്. ബാക്കി തുച്ഛമായ സൈന്യമാണ് ഇസ്രയേലിനുള്ളത്. ഈ സൈന്യത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഈ കുറവ് ഹിസ്ബുള്ളയോടും ഹമാസിനോടും ഹൂത്തികളോടും എല്ലാം ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് കൂടുതൽ നാളുകൾ ഇസ്രയേലിന് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ യുദ്ധമുറ മാറ്റിയിരിക്കുക. അവർ തോന്നുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ്. അപ്പോൾ അവർ തീരുമാനമെടുത്തു, അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ കൊന്നൊടുക്കുക. അതിന്റെ ഫലമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായ, ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് മജീദിനെ വ്യോമാക്രമണത്തിലൂടെ വധിക്കുകയുണ്ടായി. ഉടനെ ഈ മുഹമ്മദ് മജീദിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അവിടെ പ്രകടനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രകടനത്തിന് മുമ്പായിട്ട് അവർ ചില പ്രതിജ്ഞകളൊക്കെ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞാ ചടങ്ങ് നമുക്കൊന്ന് വീക്ഷിച്ചു നോക്കാം. ആ പ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകാം. يعني الزميل محمد وخلع هذه السطرة الصحفية كرسالة احتجاج أمام العالم أجمع على الممارسات العدوانية بحق الصحفيين في قطاع غزة. تكبير! الله. وندعو الاتحاد الدولي للصحفيين، اتحاد الصحفيين العرب، كل المؤسسات الصحفية والنقابات أن تقف عند حدود مسؤولياتها المهنية والأخلاقية. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതുവരെ നേടാൻ പറ്റിയിട്ടില്ല. ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ച ആ ദിവസം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഏറിയാൽ ഒരാഴ്ച, 2-3 ദിവസം മതി, ഏറിയാൽ ഒരാഴ്ച ഹമാസിനെ കൊന്നൊടുക്കും, ഹിസ്ബുള്ളയെ കൊന്നൊടുക്കും, ഹൂത്തികളെ കൊന്നൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കഴിയാറായി. അവർക്ക് ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, 7 അയലത്ത് പോലും എത്താൻ സാധിച്ചില്ല. അപ്പോൾ അവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ആഗോളതലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ലോക ജനതയുടെ മുമ്പിൽ വിളമ്പുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകരെ വകവരുത്തുക എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം
ഏതാണ്ട് 6000-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ തൊട്ട അയൽ രാജ്യമായ ഈജിപ്തിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. പേര് റാംസിസ് II എന്നായിരുന്നു. അഥവാ ഫറോവ എന്നും ഫിർഔൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയുണ്ടായി. തന്നെ വധിക്കാൻ ഇന്നേ ദിവസം ഒരു ആൺകുഞ്ഞ് ഈ രാജ്യത്ത്, ഈ മഹാസാമ്രാജ്യത്തിൽ പിറവികൊണ്ടിരിക്കുന്നു. ഉടനെ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സൈനിക തലവന്മാരെ വിളിച്ചുകൂട്ടി ഇന്നേ ദിവസം പിറന്നു വീണ സകല കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ ഈ റാംസിസ് II എന്ന് പേരുള്ള ഫറോവ ചക്രവർത്തി ഉത്തരവിടുകയുണ്ടായി. അങ്ങനെ സൈന്യം നാല് വഴിക്ക് സർവ ആയുധ സജ്ജരായി രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇന്നേ ദിവസം പിറന്നു വീണ ആൺകുട്ടികളെ തപ്പി നടക്കുകയുണ്ടായി. അങ്ങനെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആൺകുട്ടികളെയും വധിച്ചു കഴിഞ്ഞു. എന്നാൽ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ ഒരു ആൺകുഞ്ഞ്, ഈ പറഞ്ഞ ദിവസം പിറന്നു വീണ ഒരു ആൺകുഞ്ഞ് പുഴയിലൂടെ ഒഴുകി വന്ന് ഫറോവയുടെ ഭാര്യയ്ക്ക് കിട്ടി. ഭാര്യ ആ ആൺകുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. ഫറോവക്കും ഭാര്യ ആസ്യക്കും മക്കളില്ലായിരുന്നു. അതിന് പകരമായിട്ട് പുഴയിലൂടെ, നൈൽ നദിയിലൂടെ ഒഴുകി വന്ന ഈ ആൺകുട്ടിയെ തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്താം എന്ന് ഫറോവയുടെ ഭാര്യ ഉപദേശിച്ചതിനനുസരിച്ച് ആ കുഞ്ഞിനെ മാത്രം കൊല്ലാതെ അന്നേ ദിവസം പിറന്നു വീണ രാജ്യത്തിന്റെ വിവിധ കോണുകളിലുള്ള സകല ആൺകുട്ടികളെയും വധിക്കുകയുണ്ടായി. അപ്പോൾ ഫറോവയുടെ ഭാര്യയ്ക്ക് പുഴയിലൂടെ ഒഴുകി വന്ന് കിട്ടിയ ആ കുട്ടിയാണ് മുസ്ലിം ലോകം മൂസാ നബി എന്ന് പറയുന്ന ആ കുട്ടി. ആ കുട്ടി എന്ന കാരണം കൊണ്ട് അതികഠിനമായി ഫറോവ ചക്രവർത്തി വധിക്കപ്പെട്ടു. ഇതേ നദിയുടെ സമീപത്ത് ഈ ഫറോവക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. ഈജിപ്തിന്റെ പരിസരത്ത് കൂടി ഒഴുകുന്ന ചെങ്കടലിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പോരാ, അയാൾ എന്ന് പറയണം. അദ്ദേഹം എന്ന് പറയുന്നതൊക്കെ ഒരു ബഹുമാന സൂചകമായ വാക്കാണ്, അത് അയാൾ അർഹിക്കുന്നില്ല. അയാൾ ചെങ്കടലിന്റെ അടിത്തട്ടിൽപ്പെട്ടു. എങ്ങനെയാണ് അടിത്തട്ടിൽപ്പെട്ടതെന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, വീഡിയോ നീണ്ടുപോകും, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏതായാലും അന്നത്തെ ആ ഫറോവയെ ഇന്നും ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ ആ ഫറോവയുടെ മൃതശരീരം ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണ്, നുണയാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈജിപ്തിൽ ചെന്നാൽ ഒരു നിശ്ചിത ഫീസ് അടച്ചാൽ അവരുടെ നാഷണൽ മ്യൂസിയത്തിൽ കയറി ഫറോവയുടെ മൃതശരീരം കാണാം. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഫറോവയുടെ മൃതശരീരം ലോക അവസാനം വരെ ഞാൻ കാത്തു സൂക്ഷിക്കും. അഴുകിപ്പോകാതെ, ചെതലിട്ട് പോകാതെ, കടലിൽ കിടന്ന കാലമത്രയും മീൻ കൊത്തി തിന്നാതെ, തിമിംഗലം കൊത്തി തിന്നാതെ, സ്രാവ് കൊത്തി തിന്നാതെ, അഴുകിപ്പോകാതെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞു. 6000 വർഷങ്ങൾക്ക് മുൻപ് കടലിന്റെ അടിയിൽപ്പെട്ട് മരിച്ച ഫറോവയുടെ മൃതശരീരം ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ ഏവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കുറെ യഹൂദ ആരാധകരിവിടെയുണ്ട്. അത്തരം ആരാധകർ എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി വരുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ സഹോദരങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ യഹൂദന്മാർക്ക്, ഫലസ്തീനിലെ ജൂതന്മാർക്ക് ഈ ഫറോവയുടെ ഗതിയാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ അവിടെ മുസ്ലിങ്ങളെല്ലാം കൊന്നൊടുക്കിയിട്ട് ഈ രാജ്യത്തെ ഒരു പുതിയ ഫറോവയായി വർത്തിക്കാം, ഭരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ്. ലോകത്ത് തന്നെ ഈ വിരലിൽ എണ്ണിയെടുക്കാവുന്ന യഹൂദന്മാരേ ഉള്ളൂ. വിരലിൽ എണ്ണിയെടുക്കാം. ഇസ്രയേലിലാണെങ്കിൽ ഏറിയാൽ ഒരു 40,000 സൈനികരേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. എല്ലാം ഹൂത്തികളാലും ഹമാസുകളാലും ഹിസ്ബുള്ളകളാലും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളതും അവരുടെ ആയുധത്തിന് കീഴടങ്ങേണ്ടി വരും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ ആരാധനയൊക്കെ മനസ്സിൽ വെച്ച് അടങ്ങിയിരിക്കുക. അത് ഇസ്രയേലിന്റെ മണ്ണല്ല. ഏഷ്യക്കാർക്ക് ഒരു പ്രത്യേക രൂപവും കോലവും ഭാവവും ഒക്കെ ഉണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽപ്പെട്ടതാണ് ഫലസ്തീൻ, ഇസ്രയേൽ. എന്നാൽ ഇസ്രയേൽ
ഇസ്രയേലികൾ, യഹൂദന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർക്കൊരു യൂറോപ്യൻ ലുക്കാണുള്ളത്. അവർ ഹിറ്റ്ലറിന്റെ ആക്രമണത്തെ ഭയന്ന് ആക്രമണകാലത്ത് അവിടെ നിന്നും ഓടി അഭയം തേടി വന്നവരാണ്. അവർ ഇപ്പോ ആ രാജ്യം പിടിച്ചടക്കാൻ ഉദ്ദേശിച്ച് നടക്കാത്ത ഒരു കാര്യം, അമ്പലിയമ്മാവനെ പിടിച്ചതാ എന്ന് പറയുന്ന കൊച്ചു കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് യഹൂദന്മാർ. അമ്പലിയമ്മാവൻ ഈ കയ്യത്തും ദൂരത്തുണ്ട് എന്നാണ് ബുദ്ധിയിറക്കാത്ത കൊച്ചു കുട്ടികൾ ധരിക്കുന്നത്. തന്റെ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരിയുടെയോ എളിയിത്തിരുന്നുകൊണ്ട് എനിക്കത് പിടിച്ചതാ, തന്നില്ലെങ്കിൽ നേരം വെളുക്കുവോളം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ കുട്ടി കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റി മരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയിലാണ് ഇന്ന് ഇസ്രയേലിലെ യഹൂദന്മാർ. അപ്പോൾ അവരുടെ ആരാധകരൊക്കെ ചിരിക്കാൻ വരട്ടെ, നിങ്ങൾ കരയേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. ഈ ജൂതന്മാരെ അള്ളാഹു വെറുതെ വിടുകയില്ല, ഈശ്വരൻ വെറുതെ വിടുകയില്ല, ദൈവം വെറുതെ വിടുകയില്ല. കാരണം അവർ യേശു ക്രിസ്തുവിനെ കുരിശിലടി അടിച്ചവരാണ്. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മനുഷ്യ ജന്മം ഇസ്രയേലികളാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അവർ പറയുന്നതും അതാണ്. ഇസ്രയേലികളുടെ, ജൂതന്മാരുടെ പ്രഖ്യാപിത ശത്രു മുസ്ലിങ്ങളൊന്നും അല്ല എന്നോർക്കുക, അത് ക്രൈസ്തവർ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം ക്രിസ്ത്യാനികൾക്ക് ബൈബിളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു ക്രിസ്ത്യാനിക്കും കാണാതെ, ബൈബിളിൽ നോക്കാതെ ബൈബിളിന്റെ ഒരു പേജെങ്കിലും വായിക്കാൻ കഴിവുള്ള ഒരു ക്രിസ്ത്യാനി ലോകത്തെമ്പാടും നോക്കിയാൽ പുരോഹിതന്മാരല്ലാതെ മറ്റാരും കാണില്ല. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. മുസ്ലിങ്ങൾ ഖുർആൻ മുഴുക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഏറെക്കുറെ ഒക്കെ എനിക്കും അറിയാം. ഖുർആനിലും എല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഈസാ നബി എന്നാണ് പറയുന്നത്. മുഹമ്മദ് നബിക്ക് തൊട്ട് മുൻപ് വന്ന ഈസാ നബി, ആ ഈസാ നബിയെ കുരിശിൽ തറച്ച് വധിച്ച പരിശകളാണിവർ. ഇവർക്കാണ് നിങ്ങൾ കൈയടിക്കുന്നത്, നിങ്ങൾ സിന്താപ വിളിക്കുന്നത്, നിങ്ങൾ പ്രശംസിക്കുന്നത്, നിങ്ങൾ പ്രലോഭനം കൊടുക്കുന്നത്. അത് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. യേശുക്രിസ്തുവിന്റെ ചരിത്രം തുടക്കം മുതൽ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈസാ നബിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുസ്ലിം ലോകം ഈസാ നബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വിശദീകരണം, നല്ലൊരു വിശദീകരണം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് ഇനി മോശപ്പെട്ട രീതിയിൽ എനിക്ക് കമന്റ് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു വലിയ സലാം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.